എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് +1 കെമിസ്ട്രിയിലെ റിഡോക്സ് റിയാക്ഷൻസ് എന്ന ചാപ്റ്ററിലെ 2 പോയിന്റ്സ് ആണ്. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഓക്സിഡേഷൻ എന്താണ്, റിഡക്ഷൻ എന്താണ്, ഓക്സിഡന്റ് ആരാണ്, റിഡക്റ്റന്റ് ആരാണ് എന്നുള്ള കൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക, അതൊരു കാര്യം. അതുപോലെ തന്നെ സാധാരണ ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് എന്നറിയപ്പെടുന്ന റിയാക്ഷൻസ് ഏതൊക്കെയാണ്, അതിന് ഓരോ എക്സാമ്പിളും പഠിക്കുക. അപ്പോൾ ഡെഫിനേഷൻസ് പഠിക്കുക, ഓക്സിഡേഷൻ എന്താണ്, റിഡക്ഷൻ എന്താണ്, ഓക്സിഡൈസിങ് ഏജന്റ് അല്ലെങ്കിൽ ഓക്സിഡന്റ് ആരാണ്, റിഡക്റ്റന്റ് ആരാണ് എന്ന കൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിക്കുക. രണ്ടാമത്തെ കാര്യം റിഡോക്സ് റിയാക്ഷൻസിന്റെ ടൈപ്സ് ഏതൊക്കെയാണ് എന്നുള്ളതിന് ഓരോ എക്സാമ്പിളും എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് പഠിക്കുക. ഓക്കെ, അപ്പൊ അതിലാദ്യം നമുക്ക് ഓക്സിഡേഷൻ എന്താണ്, റിഡക്ഷൻ എന്താണെന്ന് എഴുതാം. അപ്പൊ അതിന് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഒരു കൺസെപ്റ്റ് ഓക്സിഡേഷൻ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി വെച്ചിട്ട് അതനുസരിച്ച് റിഡക്ഷന്റെ കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പൊ നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഓക്സിഡേഷൻ എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചൊരു ഉത്തരവുണ്ട്. ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഓക്സിജൻ ഗെയിൻ ചെയ്താൽ അല്ലെങ്കിൽ ഓക്സിജനെ പോലുള്ള ഇലക്ട്രോനെഗറ്റീവ് ആയിരിക്കുന്ന ആറ്റങ്ങളെ ഗെയിൻ ചെയ്താൽ ആ റിയാക്ഷനെ വിളിക്കേണ്ട പേരാണ് ഓക്സിഡേഷൻ എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്സിഡേഷൻ ഈസ് ദ പ്രോസസ് വിത്ത് ഗെയിൻ ഓഫ് ഓക്സിജൻ ഓർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം. ഓക്സിജനെ പോലെ ഇലക്ട്രോനെഗറ്റീവ് ആറ്റങ്ങളെ ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നു എന്ന് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ റിഡക്ഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ അന്ന് ഉത്തരം പറയുമായിരുന്നു, പ്രോസസ് വിത്ത് ലോസ് ഓഫ് ഓക്സിജൻ, ഓക്സിജൻ നഷ്ടപ്പെടുന്ന പ്രവർത്തനത്തിനെയാണ് റിഡക്ഷൻ എന്ന് പറയണം എന്ന് അന്ന് പഠിച്ചിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ഒരു കാര്യം ഓക്സിഡേഷൻ എന്താണ് കൃത്യമായി മനസ്സിലാക്കി വെച്ചാൽ അതനുസരിച്ച് റിഡക്ഷന്റെ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. ഇനി അതുപോലെ തന്നെ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ, ഓക്സിഡേഷന് മറ്റൊരു ഉത്തരവും കൂടെ ഉണ്ട്. ഓക്സിജൻ ഗെയിൻ ചെയ്യുക എന്ന് മാത്രമല്ല ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സും, അല്ലെങ്കിൽ ഹൈഡ്രജനെ പോലുള്ള ആൾക്കാരെ, ഇലക്ട്രോ പോസിറ്റീവ് ആയിരിക്കുന്ന ആൾക്കാരെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയും ഓക്സിഡേഷൻ എന്ന് പറയണം എന്ന് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ആ കൺസെപ്റ്റിനെ നമുക്ക് ക്ലാസിക്കൽ കൺസെപ്റ്റ് എന്ന പേരിൽ പറയാം. ക്ലാസിക്കൽ കൺസെപ്റ്റ്. അപ്പോൾ ഓക്സിഡേഷന്റെ ഡെഫിനിഷൻ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഓക്സിഡേഷൻ എന്താണെന്ന് ക്ലാസിക്കൽ കൺസെപ്റ്റ് അനുസരിച്ച് ചോദിച്ചാൽ അത് പഴയ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് തന്നെയാണ്. എന്താണ് ഓക്സിഡേഷൻ എന്ന് ചോദിച്ചാൽ പറയണം പ്രോസസ് വിത്ത് ഗെയിൻ ഓഫ് ഓക്സിജൻ ഓർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം, അല്ലെങ്കിൽ പ്രോസസ് വിത്ത് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഓർ ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം. ഓക്സിജനെ പോലുള്ള ആൾക്കാരെ ഗെയിൻ ചെയ്യുന്ന പ്രോസസ് ആയാലും ഹൈഡ്രജനെ പോലുള്ള ആൾക്കാരെ റിമൂവ് ചെയ്യുന്ന പ്രോസസ് ആയാലും ആ പ്രോസസ്സിനെ വിളിക്കേണ്ട പേരാണ് ഓക്സിഡേഷൻ എന്ന് പറയണം. ഓക്കെ, ഇനി എന്താണ് ഓക്സിഡന്റ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റ് ആരാണെന്ന് ചോദിച്ചാൽ അതൊരു വസ്തുവാണ്. സബ്സ്റ്റൻസ് അണ്ടർഗോസ് റിഡക്ഷൻ സംഭവിക്കുന്ന ആളിനെയാണ് നമ്മൾ പൊതുവെ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയേണ്ടത്. ഓക്കെ, അപ്പൊ 4 വാക്കുകളാണ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഓക്സിഡേഷൻ എന്ന പ്രോസസ്സും, റിഡക്ഷൻ എന്ന പ്രോസസ്സും, ഓക്സിഡന്റ് അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് അറിയപ്പെടുന്ന വസ്തുവും സബ്സ്റ്റൻസും, റിഡക്റ്റന്റ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് എന്നറിയപ്പെടുന്ന വസ്തുവും. ഈ 4 കാര്യങ്ങളാണ് നമുക്ക് അവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. ശരി, അപ്പൊ അതിൽ നിന്നോട്ടെ. ഓക്സിഡന്റ് എന്താണെന്ന് ചോദിച്ചാൽ സബ്സ്റ്റൻസ് അണ്ടർഗോസ് റിഡക്ഷൻ എന്ന് പറയും. ഇനി റിഡക്റ്റന്റ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് എന്താണെന്ന് ചോദിച്ചാൽ സബ്സ്റ്റൻസ് അണ്ടർഗോസ് ഓക്സിഡേഷൻ. ഇപ്പോൾ ഓക്സിഡേഷൻ സംഭവിക്കുന്ന വസ്തുവിനെ, അല്ലെങ്കിൽ ഓക്സിജൻ ഗെയിൻ ചെയ്യുന്ന വസ്തുവിനെ, അല്ലെങ്കിൽ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്ന വസ്തുവിനെയാണ് നമ്മൾ റിഡക്റ്റന്റ് എന്ന് പറയേണ്ടതെന്നാണ് അവിടെ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ആ കൺസെപ്റ്റ് ശരിയായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഓക്സിഡേഷൻ എന്താണെന്ന് ഡെഫിനിഷൻ മാത്രം കൃത്യമായി മനസ്സിലാക്കി വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം അതനുസരിച്ച് മോഡിഫൈ ചെയ്ത് പഠിക്കുക, അതാണ് ശരിയായ രീതി. അല്ലെങ്കിൽ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കി വയ്ക്കുക. ഇനി മറ്റൊരു കൺസെപ്റ്റ്, അതും ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇലക്ട്രോണിക് കൺസെപ്റ്റ് അനുസരിച്ച് എന്താണ് ഓക്സിഡേഷൻ എന്ന് ചോദിച്ചാൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ്. ഓക്സിഡേഷൻ ഈസ് ദ പ്രോസസ് വിത്ത് ലോസ് ഓഫ് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനത്തിനെയാണ് ഓക്സിഡേഷൻ എന്ന് പറയേണ്ടതെന്നാണ് ഇലക്ട്രോണിക് കൺസെപ്റ്റ് അനുസരിച്ച് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോസസ് വിത്ത് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന പ്രവർത്തനത്തിനെ റിഡക്ഷൻ എന്ന് പറയണം. ഓക്കെ, ഇനി ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന വസ്തുവിനെ എന്ത് പേര് പറയും ആലോചിക്കാം. ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന വസ്തുവിന്റെ പേരെന്താണ്? അപ്പൊ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന പ്രവർത്തനം റിഡക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റിഡക്ഷൻ സംഭവിച്ച ആ വസ്തുവിനെ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയണം. അപ്പൊ ഞാൻ ആ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഒരു സബ്സ്റ്റൻസ് വിച്ച് ഗെയിൻസ് ഇലക്ട്രോൺ ഈസ് കോൾഡ്, ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന സബ്സ്റ്റൻസിന് എന്ത് പേരിട്ട് വിളിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആലോചിക്കണം. ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന പ്രവർത്തനത്തിന് എന്ത് പേര് വിളിക്കണം? ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന പ്രവർത്തനത്തിന് നമ്മൾ റിഡക്ഷൻ എന്ന് വിളിക്കണം.
സോ റിഡക്ഷൻ സംഭവിക്കുന്ന വസ്തുവിനെ വിളിക്കേണ്ട പേര് ഓക്സിഡന്റ് എന്ന് പറയണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന സബ്സ്റ്റൻസിനെ വിളിക്കേണ്ട പേര് ഓക്സിഡന്റ് ആണെന്ന് നമുക്ക് അവിടെ മനസ്സിലായിട്ടുണ്ട്. ശരി, ഇനി അടുത്ത് നമുക്കിപ്പോ ആവശ്യമുള്ള, അതായത് നമുക്ക് +1 കൂടുതൽ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് ഓക്സിഡേഷൻ നമ്പർ വെച്ചിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ആ കൺസെപ്റ്റിനെ ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ് എന്ന് പറയാം. നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ് ആണ്. ഓക്സിഡേഷൻ കണ്ടുപിടിക്കുന്ന വിധമൊക്കെ നമുക്കറിയാം, ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്ന വിധമൊക്കെ നമുക്കറിയാം. സോ ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ് അനുസരിച്ച് എന്താണ് ഓക്സിഡേഷൻ എന്ന് ചോദിച്ചാൽ പറയണം, ഇറ്റ് ഈസ് ദ പ്രോസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ. ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രവർത്തനത്തിനെ വിളിക്കേണ്ട പേരാണ് ഓക്സിഡേഷൻ എന്ന് പറയണം. അപ്പോൾ എങ്കിൽ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന വസ്തുവിനെ എന്ത് പേരിട്ട് വിളിക്കണം എന്ന് ചോദിച്ചാൽ, ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രവർത്തനം ഓക്സിഡേഷൻ ആയതുകൊണ്ട് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന വസ്തുവിനെ വിളിക്കേണ്ട പേര് റിഡക്റ്റന്റ് എന്ന പേര് പറയണം എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഈ കോളം ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഒന്നാമത്തെ പോയിന്റിലേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഓക്സിഡേഷൻ എന്താണെന്ന് പക്കയായിട്ട് തറവായിട്ട് പഠിച്ചു വയ്ക്കുക, അതനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ശരി, അപ്പൊ നമുക്ക് 3 കൺസെപ്റ്റുകളാണ് നിലവിലുള്ളത്. ഒന്നാമത്തെ കൺസെപ്റ്റ് ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ് ആണ്. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. സോ ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ് അനുസരിച്ച് ഡിഫൈൻ ഓക്സിഡേഷൻ എന്ന് ചോദിച്ചാൽ ഇത്രയും പറഞ്ഞാൽ മതി. ഓക്സിഡേഷൻ ഈസ് ദ പ്രോസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ. ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യപ്പെടുന്നുവെങ്കിൽ ആ റിയാക്ഷനെ വിളിക്കേണ്ട പേരാണ് ഓക്സിഡേഷൻ. ഇനി ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ് അനുസരിച്ച് എന്താണ് റിഡക്ഷൻ എന്ന് ചോദിച്ചാൽ പറയണം, ഇറ്റ് ഈസ് ദ പ്രോസസ് വിത്ത് ഡിക്രീസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനത്തിന് വിളിക്കേണ്ട പേരാണ് റിഡക്ഷൻ എന്ന് പറയണം. അപ്പൊ ആ കൺസെപ്റ്റ് ഓക്കെ. അടുത്ത രണ്ടാമത്തെ കൺസെപ്റ്റ് അനുസരിച്ച്, ഇലക്ട്രോണിക് കൺസെപ്റ്റ് അനുസരിച്ച് എന്താണ് ഓക്സിഡേഷൻ എന്ന് പറയണം. According to electronic concept, oxidation is defined as the process. It is the process with the loss of electron or removal of electron. Electron നഷ്ടപ്പെടുന്ന പ്രവർത്തനത്തിന് വിളിക്കേണ്ട പേരാണ് ഓക്സിഡേഷൻ. എന്താണ് റിഡക്ഷൻ എന്ന് ചോദിച്ചാൽ പറയണം, പ്രോസസ് വിത്ത് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയണം. ഇനി നമ്മൾ പണ്ട് പഠിച്ച ക്ലാസിക്കൽ കൺസെപ്റ്റ് അനുസരിച്ച് ഓക്സിജനും ഹൈഡ്രജനും വെച്ചിട്ട് ഓക്സിഡേഷൻ ഈസ് ദ പ്രോസസ് വിത്ത് ഗെയിൻ ഓഫ് ഓക്സിജൻ ഓർ ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റം, അല്ലെങ്കിൽ പ്രോസസ് വിത്ത് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഓർ ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം ഈസ് കോൾഡ് ഓക്സിഡേഷൻ. റിഡക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ പ്രോസസ് വിത്ത് ലോസ് ഓഫ് ഓക്സിജൻ ഓർ ഗെയിൻ ഓഫ് ഹൈഡ്രജൻ. ഓക്സിജൻ റിമൂവ് ചെയ്യുന്ന പ്രോസസ് ആയാലും ഹൈഡ്രജൻ ഗെയിൻ ചെയ്യുന്ന പ്രോസസ് ആയാലും അതിനെ റിഡക്ഷൻ എന്നാണ് പറയേണ്ടതെന്ന് പറയണം. ഓക്കെ, ഇനി നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സബ്സ്റ്റൻസ് അണ്ടർഗോസ് റിഡക്ഷൻ. റിഡക്ഷൻ സംഭവിക്കുന്ന വസ്തുവിനെ വിളിക്കേണ്ട പേരാണ് ഓക്സിഡന്റ്. റിഡക്ഷൻ സംഭവിക്കുന്ന വസ്തു റിഡക്റ്റന്റ് അല്ല, പകരം ഓക്സിഡന്റ് എന്ന പേരിൽ അറിയപ്പെടണം. ഓക്സിഡേഷൻ സംഭവിക്കുന്ന വസ്തുവിനെ നമ്മൾ റിഡക്റ്റന്റ് എന്ന പേരിൽ അറിയപ്പെടണം. ഓക്കെ, അപ്പൊ ഇത്രയും കൺസെപ്റ്റുകൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഇതിനെ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ് ആണ് ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു റിയാക്ഷൻ Zn+ CuSO4 gives ZnSO4 plus Cu, ഇങ്ങനെ ഒരു റിയാക്ഷൻ. അപ്പൊ ഇതിലെ ഓരോ എലമെന്റിന്റെയും ഓക്സിഡേഷൻ നമ്പർ മാർക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾ നോട്ട് ബുക്കിൽ ഓക്സിഡേഷൻ നമ്പർ മാർക്ക് ചെയ്യാൻ വേണ്ടി പെൻസിലുകൾ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുക. പെൻസിലുകൾ ഉപയോഗിച്ച്, അതാണ് സൗകര്യം എപ്പോഴും. ശരി, അപ്പൊ നമുക്ക് മാർക്ക് ചെയ്യാം. സിങ്കിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഫ്രീ സ്റ്റേറ്റിലായിരിക്കുന്ന സമയത്ത് ഒരു എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. സോ അതുകൊണ്ട് തന്നെ സിങ്കിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. ശരി, ഇനി കോപ്പർ സൾഫേറ്റ് നോക്കാം. കോപ്പർ സൾഫേറ്റ് മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്കറിയാം സൾഫേറ്റ് SO4 2- ആണ്. സോ SO4 മൊത്തത്തിൽ -2 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോപ്പറിന് എത്രയായിരിക്കും ഓക്സിഡേഷൻ നമ്പർ എന്ന് ചോദിച്ചാൽ അതറിയാം നമുക്ക് +2 ആണ്. പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തതാണ് സൗകര്യം. സിങ്ക് സൾഫേറ്റിൽ മൊത്തത്തിൽ -2 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സിങ്കിന് +2 ആണ്. കോപ്പർ ഫ്രീ സ്റ്റേറ്റിലായതുകൊണ്ട് കോപ്പറിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. ഓക്കെ, ഇനി റിയാക്ഷൻ സൊല്യൂഷൻ നോക്കിയാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. റിയാക്ടന്റ് സൈഡിൽ സിങ്കിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. പ്രോഡക്റ്റ് ആയിരുന്ന സമയത്ത് സിങ്കിന്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആയിട്ടുണ്ട്. സോ സിങ്കിന്റെ ഓക്സിഡേഷൻ നമ്പർ 0-ൽ നിന്ന് +2 ആയിട്ട് ഇൻക്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രവർത്തനം അവിടെയുണ്ട്. സിങ്ക് സൾഫൈറ്റ് ആയി മാറുന്നത് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രവർത്തനമാണ്. പ്രോസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഈസ് കോൾഡ് ഓക്സിഡേഷൻ. സോ സിങ്ക് സൾഫേറ്റ് ആയി മാറുന്ന ഈ പ്രവർത്തനത്തിനെ നമ്മൾ ഓക്സിഡേഷൻ എന്നൊരു വാക്കുകൊണ്ട് പറയണം. ശരി, ഇനി രണ്ടാമത്തെ കാര്യം, കോപ്പർ സൾഫേറ്റ് നോക്കുന്ന സമയത്ത് കോപ്പറിന്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്. അതേസമയം കോപ്പറിന്റെ ഇവിടെ പ്രോഡക്റ്റ് ആവുന്ന സമയത്ത് കോപ്പറിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ കോപ്പറിന്റെ ഓക്സിഡേഷൻ നമ്പർ +2-ൽ നിന്ന് 0-ലേക്ക് കുറയുന്നുണ്ട്. പ്രോസസ് വിത്ത് ഡിക്രീസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഈസ് കോൾഡ് റിഡക്ഷൻ. അപ്പൊ ഇങ്ങനെ കോപ്പർ സൾഫേറ്റ് കോപ്പറായി മാറുന്ന
ആ പ്രവർത്തനത്തിനെ റിഡക്ഷൻ എന്ന് പറയണം. റിഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ് അനുസരിച്ച് ഓക്സിഡേഷനും റിഡക്ഷനും മാർക്ക് ചെയ്യാൻ നമുക്ക് മനസ്സിലായി. ഇനി ആരാണ് ഇവിടുത്തെ ഓക്സിഡന്റ്? ഓക്സിഡന്റ് ആരാണെന്നും റിഡക്റ്റന്റ് ആരാണെന്നും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യം, ഓക്സിഡന്റ് എന്താണെന്ന് ചോദിച്ചാൽ സബ്സ്റ്റൻസ് അണ്ടർഗോസ് റിഡക്ഷൻ. റിഡക്ഷൻ സംഭവിക്കുന്ന വസ്തുവിനെ അപ്പൊ നമുക്ക് ആലോചിക്കാം, റിഡക്ഷൻ സംഭവിക്കുന്ന വസ്തു എന്ന് വെച്ചാൽ ഇതാണ്. ഇതിൽ കോപ്പർ ആണ്, പക്ഷെ എടുത്തെഴുതുന്ന സമയത്ത് ആ കോമ്പൗണ്ട് മൊത്തത്തിൽ എഴുതണം. റിഡക്ഷൻ സംഭവിക്കുന്ന ഈ വസ്തുവിനെയാണ് ഓക്സിഡന്റ് എന്ന് പറയേണ്ടത്. സോ റിഡക്ഷൻ സംഭവിക്കുന്ന വസ്തു CuSO4 ആണ്. ആ CuSO4നെയാണ് ഓക്സിഡന്റ് എന്ന് പറയേണ്ടത്. CuSO4. കോപ്പറിനാണ് അവിടെ റിഡക്ഷൻ സംഭവിക്കുന്നതെങ്കിലും ആ സബ്സ്റ്റൻസ് മൊത്തത്തിൽ നമ്മൾ എടുത്തെഴുതണം. കോപ്പർ എന്ന് എഴുതിയാൽ പോലെ കോപ്പർ സൾഫേറ്റ് തന്നെ അവിടെ എഴുതണം. അത് അവിടുത്തെ ഓക്സിഡന്റ് ആണ്. ഇനി അടുത്ത് ആലോചിക്കാം, റിഡക്റ്റന്റ് എന്താണ്? റിഡക്റ്റന്റ് എന്താണെന്ന് ചോദിച്ചാൽ സബ്സ്റ്റൻസ് അണ്ടർഗോസ് ഓക്സിഡേഷൻ. റിഡക്റ്റന്റ് എന്താണെന്ന് ചോദിച്ചാൽ സബ്സ്റ്റൻസ് അണ്ടർഗോസ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ സംഭവിക്കുന്ന വസ്തുവിനെയാണ് റിഡക്റ്റന്റ് എന്ന് പറയുന്നത്. സോ ഓക്സിഡേഷൻ സംഭവിക്കുന്ന വസ്തു സിങ്ക് ആണ്. സിങ്ക് ആയതുകൊണ്ട് സിങ്ക് കൊടുത്ത് റിഡക്റ്റന്റ് ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു ഇക്വേഷനിലെ ഓക്സിഡേഷൻ എന്താണ്, റിഡക്ഷൻ എന്താണ്, ഓക്സിഡന്റ് ആരാണ്, റിഡക്റ്റന്റ് ആരാണെന്ന് നമുക്ക് മാർക്ക് ചെയ്ത് പഠിക്കാൻ കഴിയും. ഒരു എക്സാമ്പിൾ കൂടെ കാണാം. ശരി, അപ്പൊ ഇങ്ങനെ ഒരു സിമ്പിൾ ഇക്വേഷൻ നമുക്ക് ചിന്തിക്കാം. അപ്പൊ അതിനുവേണ്ടി ഓക്സിഡേഷൻ നമ്പർ മാർക്ക് ചെയ്യാം. ഓക്സിഡേഷൻ നമ്പർ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓക്സിഡേഷൻ നമ്പറിനെ പറ്റി വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. ഫ്രീ സ്റ്റേറ്റ് ഇരിക്കുന്ന സമയത്ത് ഓക്സിഡേഷൻ നമ്പർ 0 ആണെന്ന് അറിയാം. സോ പെൻസിൽ കൊണ്ട് നിർബന്ധമായി പെൻസിൽ കൊണ്ട് തന്നെ മാർക്ക് ചെയ്യുക. സോ H2 ന്റെ ഓക്സിഡേഷൻ നമ്പർ 0, ക്ലോറിൻ Cl2 ഓക്സിഡേഷൻ നമ്പർ 0. ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി HCl ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ -1, ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ +1. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ റിയാക്ടന്റ് സൈഡിൽ 0 ആണ്. പ്രോഡക്റ്റ് ആവുന്ന സമയത്ത് അത് +1 ആയി മാറുന്നുണ്ട്. സോ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രവർത്തനമുണ്ട്. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രവർത്തനം, പ്രോസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഈസ് കോൾഡ് ഓക്സിഡേഷൻ. ഇനി ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ 0 ആണ്, പക്ഷെ അത് പ്രോഡക്റ്റ് ആവുന്ന സമയത്ത് -1 ആയി മാറുന്നുണ്ട്. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന ഈ പ്രവർത്തനത്തിൽ നമ്മൾ വിളിക്കുന്ന പേര് റിഡക്ഷൻ എന്ന് പറയണം. ഇനി ആരാണ് ഇവിടുത്തെ ഓക്സിഡന്റ്, ആരാണ് ഇവിടുത്തെ റിഡക്റ്റന്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്സിഡന്റ് എന്താണെന്ന് ചോദിച്ചാൽ സബ്സ്റ്റൻസ് അണ്ടർഗോസ് റിഡക്ഷൻ. റിഡക്ഷൻ സംഭവിക്കുന്ന വസ്തു. സോ റിഡക്ഷൻ സംഭവിക്കുന്ന വസ്തു ഇവിടെ Cl2 ആണ്. Cl2 അതുകൊണ്ട് തന്നെ ഇവിടെ ഓക്സിഡന്റ് ആണ്. റിഡക്റ്റന്റ് ആരാണ്? റിഡക്റ്റന്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് സബ്സ്റ്റൻസ് അണ്ടർഗോസ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ സംഭവിക്കുന്ന വസ്തു ഇവിടെ H2 ആണ്. സോ അതുകൊണ്ട് തന്നെ H2 ഇവിടുത്തെ റിഡക്റ്റന്റ് ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഓക്സിഡേഷൻ എന്താണ്, റിഡക്ഷൻ എന്താണെന്ന് നമുക്ക് ഹാർഡ് വർക്കിലൂടെ കണ്ടുപിടിക്കാം. നമുക്ക് രണ്ട് ഡികമ്പോസിഷൻ പ്രോസസ്സുകളിലൂടെ കാണാം. ആദ്യം പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് വെച്ചാൽ KClO3. പൊട്ടാസ്യം ക്ലോറൈഡ് അല്ല, പൊട്ടാസ്യം ക്ലോറൈഡ് ഡീകമ്പോസ് ചെയ്യുന്ന സമയത്ത് KClഉം ഓക്സിജനുമായി മാറുന്നു. ഇക്വേഷൻ ബാലൻസ്ഡ് അല്ലെന്നേ ഉള്ളൂ. ഡീകമ്പോസിഷൻ ഓഫ് ലൈംസ്റ്റോൺ കാൽസ്യം കാർബണേറ്റ് ആണ്. CaCO3 gives CaO, കാൽസ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ നമുക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെ റിഡക്ഷനും ഓക്സിഡേഷനും രണ്ടും കൂടെ നടക്കുന്ന റിയാക്ഷൻസ് നമ്മൾ സാധാരണ രണ്ടും കൂടെ ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള റിയാക്ഷൻ നമ്മൾ റെഡ് ഓക്സ് റിയാക്ഷൻ എന്ന് പറയാറുണ്ട്. അപ്പൊ എന്താണ് റെഡ് ഓക്സ് റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ പറയേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് റിഡക്ഷനും ഓക്സിഡേഷനും രണ്ടും നടന്നാൽ അതിന് അങ്ങനത്തെ റിയാക്ഷൻ വിളിക്കേണ്ട പേര് റെഡ് ഓക്സ് റിയാക്ഷൻ എന്ന് പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് പൊട്ടാസ്യം ക്ലോറൈഡിന്റെ ഡീകമ്പോസിഷൻ ഒരു റെഡ് ഓക്സ് റിയാക്ഷൻ ആണോ ഇല്ലയോ എന്ന് പരിശോധിക്കാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ ഒന്ന് ഇവിടെ കണ്ടുപിടിക്കാം. ക്ലോറിൻ്റെത് മാറ്റി ഇവിടെ കണ്ടുപിടിക്കാം. KClO3. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ ഫിക്സഡ് വാല്യൂ അല്ല. പിന്നെ ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ സാധാരണ -1 ആണ്, പക്ഷെ അത്
കൂടെ വരുന്ന ആൾക്കാരുടെ വ്യത്യാസം അനുസരിച്ച് ഓക്സിഡേഷൻ നമ്പറിൽ വ്യത്യാസം വരും എന്ന് നമുക്കറിയാം. സോ ക്ലോറിൻ്റെ കണ്ടുപിടിക്കാം. എക്സ് പ്ലസ് പൊട്ടാസ്യത്തിൻ്റെ +1 ആണെന്ന് അറിയാം. പ്ലസ് ഓക്സിജൻ ഒരാൾക്ക് -2 -2 × 3 എന്ന് വെച്ചാൽ -6 = 0. സോ x - 5 = 0. സോ x = +5 ആണ്. സോ പെൻസിൽ കൊണ്ട് ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ അവിടെ മാർക്ക് ചെയ്യാം. സോ Cl +5 ആണ്. ഇനി അതിനുവേണ്ടി ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഒരാൾക്ക് -2 ആണ്. എപ്പോഴും ഓക്സിഡേഷൻ നമ്പർ എഴുതുന്ന സമയത്ത് ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ മാത്രമേ എഴുതാവൂ. ഇവിടെ ടോട്ടൽ -6 ഉണ്ടെങ്കിലും ഒരാളുടേത് മാത്രമേ മാർക്ക് ചെയ്യാവൂ -2. പൊട്ടാസ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. അപ്പോൾ എല്ലാ ആൾക്കാരുടെയും ഓക്സിഡേഷൻ നമ്പർ മാർക്ക് ചെയ്തു. ഇനി പ്രോഡക്റ്റിലേക്ക് വരാം. പ്രോഡക്റ്റ് നോക്കുന്ന സമയത്ത് KCl ക്ലോറിൻ -1 പൊട്ടാസ്യം +1. ഓക്സിജൻ O2 ഫ്രീ സ്റ്റേറ്റ് ആണ്. ഫ്രീ സ്റ്റേറ്റ് ആയതുകൊണ്ട് ഓക്സിഡേഷൻ നമ്പർ 0. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം. റിയാക്ടന്റ് സൈഡിൽ പൊട്ടാസ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. പ്രോഡക്റ്റ് ആവുന്ന സമയത്തും +1 ആണ്. റിയാക്ടന്റ് സൈഡിൽ ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ +5 ആണ്. പ്രോഡക്റ്റ് ആവുന്ന സമയത്ത് അത് -1 ആയി മാറുന്നുണ്ട്. സോ +1 -1 ആയി മാറുക എന്ന് വെച്ചാൽ അവിടെ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അവിടെ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്ന ഈ പ്രവർത്തനത്തിനെ നമ്മൾ റിഡക്ഷൻ എന്ന് പറയാം. റിഡക്ഷൻ. അതേസമയം ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ റിയാക്ടന്റ് സൈഡിൽ -2 ആണ്. അത് പ്രോഡക്റ്റ് ആവുന്ന സമയത്ത് 0 ആയി മാറുന്നുണ്ട്. സോ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രവർത്തനത്തിനെ ഓക്സിഡേഷൻ എന്ന് പറയാം. ഓക്സിഡേഷൻ. അപ്പോൾ പൊട്ടാസ്യം ക്ലോറേറ്റ് KClO3 എന്നുള്ളത് KClO3 KCl ആയി മാറുന്ന പ്രവർത്തനം റിഡക്ഷൻ ആണ്. അതേസമയം KClO3 എന്നുള്ളത് O2 ആയിട്ട് മാറുന്ന പ്രവർത്തനം ഓക്സിഡേഷൻ ആണ്. ഈ റിയാക്ഷന്റെ പ്രത്യേകത ഇവിടെ രണ്ടും നടക്കുന്നുണ്ട്. ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, റിഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് ആർക്കും സംശയമില്ല. പക്ഷേ ഇവിടെ റിഡക്റ്റന്റിന്റെ പേരും ഓക്സിഡന്റിന്റെ പേരും പറയാൻ കഴിയില്ല. കാരണം രണ്ടും ഒരേ സബ്സ്റ്റൻസിൽ തന്നെയാണെന്നൊരു വ്യത്യാസം അവിടെ ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ. ഇനി ഇതുപോലെ തന്നെ ഡീകമ്പോസിഷൻ ഓഫ് ലൈംസ്റ്റോൺ ഒരു റിഡോക്സ് റിയാക്ഷൻ ആണോ ഇല്ലയോ എന്ന് പരിശോധിക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തരും ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാം. ഇവിടെ കാർബണിന്റെ എപ്പോഴും സെൻട്രൽ ആയിട്ട് തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. സോ CaCO3 കാർബൺ എക്സ് പ്ലസ് കാൽസ്യം സെക്കൻഡ് ഗ്രൂപ്പ് ആണ് +2. ഓക്സിജൻ ഒരാൾക്ക് -2 -2 × 3 -6 = 0. സോ x - 4 = 0. x = +4. സോ കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ മാർക്ക് ചെയ്യുന്നുണ്ട് +4. പെൻസിൽ കൊണ്ട് തന്നെ മാർക്ക് ചെയ്യാം. ഇനി ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ മാർക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു ഒരാളുടേതേ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. സോ ഇവിടെ മൊത്തം -6 ഉണ്ടെങ്കിലും ഒരാളുടെ മാർക്ക് ചെയ്യണം -2. കാൽസ്യം +2. ഇനി കാൽസ്യം ഓക്സൈഡ് നോക്കുന്ന സമയത്ത് കാൽസ്യം +2 ആണ്. ഓക്സിജനിലൂടെ -2. കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ കാർബണിന്റെ കണ്ടുപിടിക്കാം. x - ഓക്സിജൻ 4 = 0. x = +4. സോ +4 ഓക്സിജൻ അവിടെ -2. ഒരു എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ മാത്രമേ മാർക്ക് ചെയ്യാവൂ. ശരി. അപ്പോൾ നമുക്ക് പരിശോധിക്കാം. റിയാക്ടന്റ് സൈഡിൽ കാൽസ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്. പ്രോഡക്റ്റ് ആയി മാറുന്ന സമയത്ത് +2 തന്നെ. റിയാക്ടന്റ് സൈഡിൽ കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ +4 ആണ്. പ്രോഡക്റ്റ് ആയി മാറുന്ന സമയത്ത് കാർബണിന് +4 തന്നെ. റിയാക്ടന്റ് സൈഡിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. പ്രോഡക്റ്റ് ആയി മാറുന്ന സമയത്ത് -2 തന്നെ. അതായത് ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു എലമെന്റിന് പോലും ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന റിയാക്ഷന്റെ പ്രത്യേകത അതൊരു റിഡോക്സ് റിയാക്ഷൻ അല്ല എന്ന് ഓർമ്മിക്കുക. ഓക്കെ. അപ്പൊ ഇങ്ങനെ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, ഒരു റിയാക്ഷൻ തന്നിട്ട് അത് റിഡോക്സ് റിയാക്ഷൻ ആണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ കണ്ടുപിടിക്കാം. ഡികമ്പോസിഷൻ ഓഫ് പൊട്ടാസ്യം ക്ലോറേറ്റ് എന്നുള്ളത് ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്. ഡികമ്പോസിഷൻ ഓഫ് ലൈംസ്റ്റോൺ എന്നുള്ളത് ഒരു റിഡോക്സ് റിയാക്ഷൻ അല്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആകെപ്പാടെ ഓക്സിഡേഷന്റെ ഡെഫിനേഷൻ കൃത്യമായി പഠിച്ചു വയ്ക്കുക. അതനുസരിച്ച് ബാക്കി റിഡക്ഷന്റെ ഡെഫിനേഷനും ഓക്സിഡന്റ് ആരാണ് റിഡക്റ്റന്റ് ആരാണ് എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ വ്യക്തമായി മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. അതായത് റിഡോക്സ് റിയാക്ഷന്റെ കാറ്റഗറി ഏതൊക്കെയാണ്, അല്ലെങ്കിൽ റിഡോക്സ് റിയാക്ഷന്റെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് പറയാം. അപ്പൊ അതിനുവേണ്ടി 5 എക്സാമ്പിൾസ് ബോർഡിലുണ്ട്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നത്. അവിടെ ഓക്സിഡേഷൻ നമ്പർ കൂടെ മാർക്ക് ചെയ്ത് എഴുതിയിട്ടുള്ളതിന് വ്യത്യാസം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ ഓക്സിഡേഷൻ നമ്പർ കൂടെ മാർക്ക് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഓരോന്നായിട്ട് പരിശോധിക്കാം. ആദ്യം ഹൈഡ്രജൻ പെറോക്സൈഡ് ഡികമ്പോസ് ചെയ്തിട്ട് വാട്ടറും ഓക്സിജനായിട്ട് മാറുന്നുണ്ട്. അപ്പൊ അവിടെ ഓക്സിജൻ റിയാക്ടന്റ് സൈഡിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. പ്രൊഡക്റ്റ് ആയി മാറുന്ന സമയത്ത് ആ ഓക്സിഡേഷൻ നമ്പർ -1 എന്നുള്ളത് 0 ആയിട്ട് ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ അതായത് അവിടെ ഒരു ഓക്സിഡേഷൻ പ്രോസസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ -1 എന്നുള്ളത് -2 ആയിട്ട് ഓക്സിജൻ കുറയുന്നുമുണ്ട്. സോ അതുകൊണ്ട് തന്നെ റിഡക്ഷനും അവിടെ ഉണ്ട്, ഓക്സിഡേഷൻ. അപ്പൊ ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണെന്നുള്ളതിന് സംശയമില്ല. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഒരൊറ്റ എലമെന്റ് ആയ ഓക്സിജന് തന്നെയാണ്
ഓക്സിഡേഷൻ പ്രോസസ്സ് നടക്കുന്നത്, അതുപോലെ തന്നെ റിഡക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായ റിഡോക്സ് റിയാക്ഷൻ തന്നെയാണ്. ഒരു എലമെന്റിന് തന്നെ ഓക്സിഡേഷനും അതേ എലമെന്റിന് തന്നെ റിഡക്ഷനും നടന്നാൽ അങ്ങനെയുള്ള അപൂർവങ്ങളിൽ അപൂർവമായ റിഡോക്സ് റിയാക്ഷനെ വിളിക്കേണ്ട പേര് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. അപ്പോൾ റിഡോക്സ് റിയാക്ഷനിൽ ഒന്നാമത്തെ ടൈപ്പിന്റെ പേര് പഠിച്ചിട്ടുണ്ട്, ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. എന്താണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ അതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്, സംശയമില്ല. ആ റിഡോക്സ് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു എലമെന്റിന് തന്നെ റിഡക്ഷനും അതേ എലമെന്റിന് തന്നെ ഓക്സിഡേഷനും വന്നാൽ അങ്ങനെയുള്ള റിഡോക്സ് റിയാക്ഷനെ വിളിക്കേണ്ട പേരാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. അപ്പൊ അതൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്തിട്ട് വാട്ടറും ഓക്സിജനും ഉണ്ടാകുന്നത് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. ഇനി ആ ഡിസ്പ്രപ്പോർഷൻ റിയാക്ഷൻ ഇവിടെ നടക്കുന്ന എലമെന്റ് ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ ഓക്സിജൻ ആണെന്ന് പറയുകയും ചെയ്യാം. അപ്പൊ ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷനിലെ ഒന്നാമത്തെ ടൈപ്പ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ടൈപ്പിലേക്ക് നോക്കാം. കാർബൺ റിയാക്ടർ സൈഡിൽ ഓക്സിഡേഷൻ നമ്പർ 0, പ്രോഡക്റ്റ് എന്ന സമയത്ത് +4, ഓക്സിജൻ 0, ഇവിടെ -2. അപ്പൊ ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള സിമ്പിൾ റിഡോക്സ് റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേര് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയണം. കോമ്പിനേഷൻ. ഓക്കെ. ഇനി അടുത്ത പൊട്ടാസ്യം ക്ലോറേറ്റിന്റെ ഡികമ്പോസിഷൻ നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. അപ്പൊ ആ പേരും അത് തന്നെയാണ്. മൂന്നാമത്തെ ഡികമ്പോസിഷൻ റിയാക്ഷൻ. ഇനി നാലാമത്തെ ടൈപ്പ് ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അഞ്ചാമത്തെ ടൈപ്പും ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതിൽ നാലാമത്തെ ടൈപ്പിന്റെ പ്രത്യേകത ഒരു മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ അഞ്ചാമത്തതിലെ നോൺ മെറ്റൽ ഡിസ്പ്ലേസ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഇത് മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ്. അതുപോലെ തന്നെ ഇത് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ. അപ്പൊ നമുക്ക് റിഡോക്സ് റിയാക്ഷൻ 5ആയി തരംതിരിക്കാം. ഒന്നാമത്തത് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്. എന്താണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് വെച്ചാൽ റിഡോക്സ് റിയാക്ഷൻ ഇൻ വിച്ച് ആൻ എലമെന്റ് undergoes both oxidation and reduction. ഒരു എലമെന്റ് തന്നെ ഓക്സിഡേഷൻ റിഡക്ഷൻ നടന്നാൽ അങ്ങനെയുള്ള റിഡോക്സ് റിയാക്ഷൻ വിളിക്കേണ്ട പേരാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. കോമ്പിനേഷൻ സിമ്പിൾ ആണ്, നമുക്കറിയാം. C+O2 CO2 എന്നുള്ളത് കോമ്പിനേഷൻ റിഡോക്സ് റിയാക്ഷൻ ആണ്. ഡികമ്പോസിഷൻ എക്സാമ്പിൾ 2 KClO3 KCl+O2 എന്നറിയപ്പെടുന്ന ഇക്വേഷൻ ബാലൻസ് ചെയ്യണമെന്നില്ല, അല്ലാതെ എഴുതിയാലും മതി. ഇനി നാലാമത്തെ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് എക്സാമ്പിൾ CuSO4+C ZnEZnSO4+Cu. അഞ്ചാമത്തത് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതിന് എക്സാമ്പിൾ ആയിട്ട് 2 പൊട്ടാസ്യം ഹൈഡ്രൈഡ് Cl2 2 KCl+I2 എന്നറിയപ്പെടുന്ന ഒരു എക്സാമ്പിൾ അവിടെ കാണാം. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഓക്സിഡേഷൻ എന്താണ്, റിഡക്ഷൻ എന്താണെന്നുള്ള ഡെഫിനേഷൻ അറിയാം, റിഡക്റ്റന്റ് ആരാണ്, ഓക്സിഡന്റ് ആരാണ്, അത് കണ്ടുപിടിക്കാൻ അറിയാം. പിന്നെ അതിനുശേഷം നമ്മൾ റിഡോക്സ് റിയാക്ഷൻ ടൈപ്സ് ഏതൊക്കെയാണ്, അതിൽ ഡിസ്പ്രപ്പോർഷന്റെ കാര്യം പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 4 മാർക്കിന് ചോദ്യമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷനും എക്സാമ്പിളും എഴുതാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്.